നമസ്കാരം, ഋഷിഭുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷപരമായി ശത്രുദോഷ ലക്ഷണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ശത്രുദോഷം എങ്ങനെ തിരിച്ചറിയാം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ജ്യോതിഷപരമായി ശത്രുദോഷം ഇല്ലാതാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശത്രുദോഷത്തെ അറിയാം, പരിഹരിക്കാം. ശത്രുദോഷം എന്നത് ജ്യോതിഷപരമായി ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവരിൽ പോലും ശത്രുദോഷം ചിലപ്പോഴൊക്കെ കണ്ടു എന്ന് വരാം. നമുക്കാരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും തിരിച്ച് ശത്രുത ഉണ്ടായിക്കൂടാ എന്നില്ല. നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അവർ നമ്മുടെ ശത്രുസ്ഥാനത്താണ്. അവരുടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നാം അവർക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അവർ നമ്മളെ ശത്രുസ്ഥാനത്ത് കണ്ടു എന്ന് വരാം. ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന ധാരണ പലർക്കുമുണ്ട്. അത് തെറ്റാണ്. നമുക്ക് ആരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും നമ്മളോട് ശത്രുത ഉണ്ടാകാം. ജ്യോതിഷപ്രകാരം ജാതകം പരിശോധിച്ചും പ്രശ്നരാശിയിലൂടെയും ഒക്കെ ശത്രുദോഷത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ലഗ്നാധിപനേക്കാൾ ബലം 6ാം ഭാവാധിപൻ ഉണ്ട് എങ്കിൽ ശത്രുദോഷം ഉണ്ട് എന്ന് പറയാം. എന്നാൽ എല്ലായ്പ്പോഴും ശത്രുദോഷം ഒരു വ്യക്തിയിൽ ഫലം കാണണമെന്നില്ല. സമയദോഷവും കൂടി വരുമ്പോൾ മാത്രമേ ശത്രുദോഷം ഫലപ്രദമാവുകയുള്ളൂ. സമയം മോശമാണ്, ശത്രുദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യേണ്ടതുമാണ്. പാപഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളും ആ സമയത്ത് ശത്രുദോഷവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യണം. ചില വ്യക്തികൾ സാധാരണയായിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയും ശത്രുദോഷം സംഭവിക്കാറുണ്ട്. സദാ മറ്റുള്ളവരുടെ നാശങ്ങൾ ആഗ്രഹിക്കുകയും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും കലഹങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവർക്കും ശത്രുദോഷം സാരമായി ബാധിക്കാം. സദാ ഒരാളുടെ നാശം ആഗ്രഹിച്ച് സാത്വികമായിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ പോലും അത് തിരിച്ച് ശത്രുദോഷമായിട്ട് ബാധ ഉണ്ടാകാം. എന്നാൽ പലപ്പോഴും ശത്രുദോഷം തിരിച്ചറിയപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്യും. തിരിച്ചറിയാൻ വൈകും തോറും അത് നമുക്ക് ദോഷകാരണങ്ങളാകും. അനുകൂല ഊർജവും പ്രതികൂല ഊർജവും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതായത് നെഗറ്റീവും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നന്മ ചെയ്താലും പ്രതികൂല ഊർജം ചിലപ്പോഴൊക്കെ നമ്മളെ ബാധിക്കാം. അതിനൊക്കെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ നാം എന്ന വ്യക്തി പ്രൊട്ടക്ഷനായിട്ട്, സംരക്ഷണമായിട്ട് എടുക്കണം. ഇനി നമുക്ക് ശത്രുദോഷത്തിന്റെ ഫലം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ക്ഷീണം, തളർച്ച, മടി, അകാരണമായി ഉണ്ടാകുന്ന അസ്വസ്ഥത, രോഗാദി ദുരിതങ്ങൾ ഇവയൊക്കെ ശത്രുദോഷം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളാണ്. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചറിയപ്പെടാനും വൈകിയേക്കാം. ചിലപ്പോഴൊക്കെ തിരിച്ചറിയപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടും ആയേക്കാം. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ സമ്പൂർണമാണ് എന്ന് തന്നെ പറയണം. രോഗം ഇനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അത് വേണ്ടത്ര ഫലപ്രദമാകണമെന്നില്ല. ശത്രുദോഷം നിലനിൽക്കുന്ന കാലത്തോളം, അതിന് പരിഹാരം ചെയ്യാത്ത കാലത്തോളം അത് ഫലപ്രദം ആകണമെന്നില്ല. ശത്രുദോഷത്തിന്റെ കാഠിന്യമനുസരിച്ച് ആ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിലെ തടസ്സമാണ് ശത്രുദോഷത്തിന്റെ മറ്റൊരു ലക്ഷണം. ജോലിയിൽ ഉത്സാഹമില്ലായ്ക, ജോലി സ്ഥലത്ത് ശാരീരിക വിഷമതകൾ ഉണ്ടാകുക, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക, ഉദരവേദന ഉണ്ടാകുക, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുക, ഇതൊക്കെ ശത്രുദോഷത്തിന്റെ ഫലമാണ്. കൂടാതെ എത്ര ശ്രദ്ധിച്ചാലും തൊഴിൽ സ്ഥലത്ത് അശ്രദ്ധ മൂലം കുഴപ്പങ്ങൾ ഉണ്ടാകുക, ചിലർക്ക് ജോലിയോട് തന്നെ ഉത്തരവാദിത്തമില്ലായ്ക വരിക, ജോലി തന്നെ മടുപ്പുളവാക്കുന്നതാകുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ജോലിയോട് വെറുപ്പുണ്ടാകുകയും അത് തൊഴിലിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ശത്രു ആഗ്രഹിക്കുന്നതും അതുതന്നെയാകാം. ചുരുക്കത്തിൽ ശത്രുദോഷം മൂലം കാര്യതടസ്സം, തൊഴിൽ നഷ്ടം, രോഗം തുടങ്ങിയ ദുരിതങ്ങൾ ഉണ്ടാകാം. ചിലരൊക്കെ വിളിച്ചുചൊല്ലി പ്രാർത്ഥനയിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ഒക്കെ ശത്രുക്കളുടെ മനോനില തെറ്റിക്കാനുള്ള കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അത്തരത്തിൽ കഠിനമായിട്ടുള്ള പ്രവർത്തികൾ, ദ്രോഹപ്രവർത്തികൾ ആര് ചെയ്താലും പിന്നീട് അതിന് തിരിച്ചടികൾ ഉണ്ടാകാം. എന്നാൽ കുറച്ചു കാലത്തേക്ക് ഇത് ചെയ്യപ്പെടുന്ന വ്യക്തിയെയും ബാധിച്ചേക്കാം. അതിന് നിർബന്ധമായിട്ടും അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യേണ്ടതാണ്. ശത്രുദോഷം കടുത്തതാണ്
ദോഷമാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ആ വ്യക്തിയുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കും അതൊക്കെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. കുറച്ചൊക്കെ ദൈവാധീനമുള്ള വ്യക്തിയാണ് സത്കർമ്മങ്ങളും ഗ്രഹപ്രീതികരമായിട്ടും ദേവപ്രീതികരമായിട്ടുമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ട ശത്രുദോഷങ്ങൾ വളർത്തു മൃഗങ്ങളിലേക്ക് ബാധിച്ചേക്കാം. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും ദോഷങ്ങളും മൂലം ശത്രുദോഷം കാരണമാക്കിയേക്കാം. ഇനി നമുക്ക് ശത്രുദോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യമൊന്ന് പരിശോധിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശ്വാസപൂർവം പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുന്നതാണ് പ്രഥമമായിട്ടുള്ള മാർഗം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്നത് ശത്രുദോഷം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ചെട്ടുളങ്ങര ദേവീക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി വഴിപാട് വളരെ വിശേഷമാണ്. ഏത് ശത്രുദോഷത്തെയും ഇല്ലാതാക്കാൻ സഹായകരമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് ശത്രുദോഷം ഇല്ലാതാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്നതും ശത്രുദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് സഹായകരമാണ്. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയൊക്കെ ശത്രുദോഷത്തെ ഇല്ലാതാക്കാനുള്ള വഴിപാടുകളാണ്. കൂടാതെ 7 ദിവസം തുടർച്ചയായി ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏത് ശത്രുദോഷവും ഇല്ലാതാകുന്നതാണ്. കൂടാതെ നാഗദൈവങ്ങൾക്ക് ഉപ്പും മഞ്ഞളും വഴിപാടായി സമർപ്പിക്കുന്നതും ശത്രുദോഷത്തെ ഇല്ലാതാക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം നടത്തുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ടു സമർപ്പിക്കുന്നതും ദേവിക്ക് ചെമ്പരത്തിപ്പൂമാല സമർപ്പിക്കുന്നതും ചെത്തിപ്പൂമാല സമർപ്പിക്കുന്നതും ഒക്കെ ശത്രുദോഷത്തിന് പരിഹാരമാണ്. ശത്രുദോഷത്തിന് പരിഹാരമായി നമുക്ക് ശിവക്ഷേത്രത്തിലും വഴിപാട് നടത്താം. തേൻ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ശത്രുദോഷത്തിന് പരിഹാരമാണ്. കൂടാതെ ഭഗവാന് കറുത്ത പട്ട് ചാർത്തുന്നതും ശത്രുദോഷ പരിഹാരമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ട് അയ്യപ്പസ്വാമിക്ക് എരിക്കിൻ പൂമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ഫലപ്രദമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാൻ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും നാരങ്ങയും ചേർത്തുള്ള മാല സമർപ്പിക്കുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. സാധാരണഗതിയിലുള്ള ശത്രുദോഷമാണ് നിങ്ങളെ ബാധിച്ചതെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ശത്രുദോഷം മാറുന്നതാണ്. എന്നാൽ കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങളും ശത്രുവിന്റെ കഠിനമായിട്ടുള്ള കർമ്മങ്ങളും ദോഷങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ശത്രുദോഷത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി എന്താണ് എന്നുള്ളത് ചിന്തിച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാര മാർഗം തേടുക. ശത്രുദോഷം മൂലം ജീവിതം തന്നെ താറുമാറായിരിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും ഭഗവാൻ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.